പറഞ്ഞു, നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിപ്പിന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പൂന്താനം പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പം ഒരു തരത്തിലുള്ള അഭിമാനവും ബോധമോ അല്ലെങ്കിൽ ഈ നാമം ഞാൻ ഉറക്കെ പാടിക്കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെറുതാവുന്നോ അങ്ങനെയൊക്കെ തോന്നാതിരിക്കട്ടെ. നമുക്ക് ഒരു നമസ്കാരം പറയാനോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ധർമ്മത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ ഒരു ഹരേ കൃഷ്ണ എന്ന് പറയാനോ അല്ലെങ്കിൽ രാധേ രാധേ എന്ന് പറയാനോ ഒക്കെയുള്ള മടിയൊക്കെ നമ്മുടെ പോണം. ഇനിയും അത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ധർമ്മം നിലനിൽക്കുക? ഗുഡ് മോർണിംഗ് നിങ്ങൾ പറഞ്ഞോളൂ, ഒപ്പം ഹരേ കൃഷ്ണ എന്നൂടെ പറയാൻ നമ്മുടെ ധർമ്മത്തിലുള്ള കുട്ടികളെ കാണുമ്പോഴെങ്കിലും അത് പറയാൻ നിങ്ങൾ ശീലിപ്പിക്കും. ഒരു കുഞ്ഞുകുട്ടി, നിങ്ങൾ എത്ര പേര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ കുട്ടിയുടെ പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാഗവത് എന്നാണ് പേര്. ഗോവർദ്ധനത്തിലാണ് അദ്ദേഹത്തിന്റെ താമസം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന വളരെ മഹത്തായിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. ആ കുട്ടിയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കാണാം. ഹായ് ഹലോ ഛോഡോ ഹരേ കൃഷ്ണ ഭോലോ എന്നാണ് ആ കുട്ടി പറയുന്നത്. ഹായ് ഹലോ ഒക്കെ പോട്ടെ, ഹരേ കൃഷ്ണ എന്ന് പറയൂ.